നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി. 101 ഡിവിഷനുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. 51 സീറ്റ് നേടുന്നവർക്ക് ഭരിക്കാം. 52 സീറ്റുമായാണ് കഴിഞ്ഞ തവണ LDF ഭരണത്തിലെത്തിയത്. ഇത്തവണ LDFനെ പുറത്താക്കി ഭരണം പിടിക്കുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് കെ മുരളീധരനാണ്. കോൺഗ്രസ് 87 സീറ്റിലാണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗും RSPയും 5 വീതം സീറ്റുകളിലും CPIക്ക് 3 സീറ്റും നൽകി. ഫോർവേഡ് ബ്ലോക്ക് 1 സീറ്റിൽ മത്സരിക്കും. RSPയുടെ 1 സീറ്റ് ഇത്തവണത്തേക്ക് കോൺഗ്രസിന് കൊടുത്തു. അതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 88 സീറ്റിൽ മത്സരിക്കും. എല്ലാ ഡിവിഷനുകളെയും ബന്ധിപ്പിച്ച് വാഹന പ്രചാരണ ജാഥ നടത്തുകയാണ് UDF. അടുത്ത ദിവസം കോർപ്പറേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും കുറ്റവിചാരണ നടത്തുകയും ചെയ്യും. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ കൂടിയാണ് ഇനി തീരുമാനിക്കാനുള്ളത്. പ്രചാരണത്തിന് ശശി തരൂർ MP എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു. ശശി തരൂർ നെഹ്റു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് ബാധിക്കില്ല. ശശി തരൂരിനെ വിജയിപ്പിക്കാൻ അഹോരാത്രം ജോലി ചെയ്ത പ്രവർത്തകരുടെ തിരഞ്ഞെടുപ്പാണിത്. നെഹ്റു കുടുംബം കോൺഗ്രസിന്റെ അഭിമാനമാണ്. അവരെല്ലാം ലോക്സഭയിലൂടെ ജയിച്ചു വന്നവരാണ്, രാജ്യസഭയിലൂടെ എത്തിയതല്ല. നെഹ്റു കുടുംബത്തിലുള്ളവരെ മാറ്റി നിർത്താൻ സാധിക്കുമോ എന്നും മുരളീധരൻ ചോദിച്ചു. ശരി, തരൂരിനെ മാറ്റാൻ നിർത്തില്ല. ദേശീയ പ്രവർത്തക സമിതി അംഗമാണ് തരൂർ. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോട് വിയോജിപ്പുണ്ട്. പ്രചാരണത്തിന് എത്തിയാൽ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തും. പ്രചാരണം തുടങ്ങിയിട്ടേയുള്ളൂ. 2ാം ഘട്ട പ്രചാരണത്തിന് തരൂർ എത്തുമെന്നാണ് കരുതുന്നത് എന്നും മുരളീധരൻ പറഞ്ഞു. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇത്തവണയില്ല. എല്ലാവരും ഒരുമിച്ചാണ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. കോൺഗ്രസിൽ അപശബ്ദമില്ല. ഘടകകക്ഷികളുമായുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തവണ BJP പിക്ചറിൽ നിന്ന് ഔട്ടാകും. LDFിൽ നിന്ന് ഭരണം തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യമെന്നും മുരളീധരൻ പറഞ്ഞു. 51ലധികം സീറ്റുകൾ നേടുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തി എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. അതേസമയം പ്രധാന മുഖങ്ങളെ തന്നെയാണ് LDFും BJPയും കളത്തിലിറക്കിയിരിക്കുന്നത്. ഭരണം നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. 35 സീറ്റിൽ നിന്ന് ഇത്തവണ 51 കടക്കാൻ സാധിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ.